സിനിമാ പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത. നല്ല സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ലൊരു തിയേറ്ററിൽ അത് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെ നല്ലൊരു തിയേറ്ററിൽ നല്ല സിനിമ ആസ്വദിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് പാവറട്ടിയിലെ VKG സിനിമാസ്. മാർച്ച് 23-ാം തീയതിയാണ് ഇനോഗ്രേഷൻ. മാർച്ച് 27-ാം തീയതി എമ്പുരാൻ റിലീസോടുകൂടെ VKG സിനിമാസ് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആവുകയാണ്. നല്ല നല്ല സിനിമകൾ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏറ്റവും നല്ല സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് VKG സിനിമാസ് നമുക്കായിട്ട് ഒരുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് VKG സിനിമാസിന്റെ വിശേഷങ്ങൾ കാണാം. പാവറട്ടിയിലാണ് നമ്മുടെ VKG സിനിമാസ് ഓപ്പൺ ആവുന്നത്. പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിനടുത്ത് ചാവറ ബിൽഡിങ്ങിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ VKG സിനിമാസ് ഓപ്പൺ ആവുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബോക്സ് ഓഫീസ്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റുകൾ എടുക്കാം. ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം, ഓഫ്ലൈനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാം. ഓൺലൈനായിട്ട് ബുക്ക് മൈ ഷോ ത്രൂ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അതുപോലെ ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. സ്റ്റെപ്പ് കയറാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ലിഫ്റ്റിൽ ഡയറക്റ്റ് നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാനായിട്ട് പറ്റും. ഇനി അകത്തേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും നമ്മൾ തൃശ്ശൂർ ടൗണിൽ നല്ല തിയേറ്റേഴ്സ് ഉണ്ടാവില്ല. ഇപ്പോൾ ശോഭാമാളിലൊക്കെ ഉള്ള തിയേറ്റേഴ്സൊക്കെയാണ് നമ്മൾ സിനിമ കാണാനായിട്ട് ദ ബെസ്റ്റ് എന്ന് കാണുന്ന തിയേറ്ററെങ്കിൽ ഇവിടെ അതുപോലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടുള്ളത്. നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് സിനിമ കാണാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരുപാട് സീറ്റൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്മിങ് സൂൺ സിനിമാസൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. സ്ക്രീൻ 1, സ്ക്രീൻ 2 2 സ്ക്രീനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഓരോ സ്ക്രീനിലും 198 സീറ്റ് വീതമുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ. ഒരുപാട് സീറ്റ് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എന്നുള്ള കാര്യം എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഫുഡ് കോർട്ട് ഇവിടെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് അതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല വെറൈറ്റി ഐറ്റംസ് ഇവിടെ വരാനായിട്ട് ഇരിക്കുകയാണ്. VKG സിനിമാസിൽ 2 സ്ക്രീനാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സ്ക്രീൻ 1. അപ്പോൾ നമുക്ക് സ്ക്രീൻ 1 കണ്ടാലോ? ആദ്യം ഡോറൊക്കെ കണ്ടോ? നല്ലൊരു എൻട്രൻസ് ആണ് സ്ക്രീൻ 1ലേക്ക്. 2ലേക്ക് ഇതുപോലെ തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മൾ സാധാരണ ഒരു ഷോപ്പാ മാളിലോ മറ്റോ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു തിയേറ്ററിൻ്റെ ഒരു ഫീലില്ല. ആ ഫീലൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ അത് കിട്ടുന്നുണ്ട്. അത്രയും നല്ല ഗംഭീരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്ക്രീൻ 1ൽ കയറുന്ന സമയത്ത് തന്നെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഒരു നല്ല തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. നല്ലൊരു ഒരു കളറിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരു ആഷ് ബേസ്ഡ് ആണ്. ഇവിടെ നല്ല വിശാലമായിട്ടുള്ള തിയേറ്റർ. നമ്മുടെ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സീറ്റിലിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു തിയേറ്ററിൽ സീറ്റ് അതിൻ്റെ ഒരു കംഫർട്ട് അല്ലേ. അപ്പോൾ ഇത് അങ്ങനെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ലെഗ് സ്പേസും ഒക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്ക്രീനിലേക്കുള്ള വിഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുൻപിൽ ഒരാളിരുന്ന് കഴിഞ്ഞാൽ ആളുടെ ഒരു ഹെഡിൻ്റെ ഒരു സ്പേസ് കഴിഞ്ഞ് നമുക്ക് സ്ക്രീനിൽ അത് കട്ടാവുന്ന ഒരു പ്രശ്നം പല തിയേറ്ററിലും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം ഓരോ സ്റ്റെപ്സ് വരുന്നുണ്ടല്ലോ. ഒരു സീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു സ്റ്റെപ്പിന് മുകളിലാണല്ലോ അടുത്ത സീറ്റ് വരുന്നത്, ആ ഒരു റോ വരുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഫ്രണ്ടിൽ ഒരാളിരുന്നാലും ആ ഒരു സ്ക്രീനിനെ നമുക്ക് കട്ടാവാത്ത രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ. നമുക്ക് വന്നിരിക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല രസമായിട്ടാണ് മൊത്തത്തിൽ ഈ ഒരു ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ കംഫർട്ട് അത് മനസ്സിലാവും കേട്ടോ. നമുക്ക് നല്ല റിലാക്സ് ചെയ്തിരിക്കാവുന്ന തരത്തിലാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ളത്. മാത്രമല്ല ഈ ഒരു ലെഗ് സ്പേസും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ തിയേറ്ററിൽ സിനിമ കാണാനിരിക്കുന്ന സമയത്തായിരിക്കും ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ അത് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കാരണം അത്രയും ലെഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഒരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്തെ ഓരോ റോയും തമ്മിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ, അതിവിടെ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ സ്ക്രീൻ നമുക്ക് ഫുള്ളായിട്ട് കാണാം. ഫ്രണ്ടിൽ ഒരാളിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഹെഡ് സ്പേസ് ഇല്ലേ, അത് നമുക്ക് ആ ഒരു സ്ക്രീനിനെ കവർ ചെയ്യുന്ന രീതിയിലല്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഫുള്ളായിട്ട് കാണാം. ആ മുൻപിലിരിക്കുന്ന ആൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സ്ക്രീൻ ഫുൾ കാണാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ അത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതിനകത്ത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഒന്നും ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്.
ഇവിടുത്തെ ഈ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം നല്ല ഗംഭീരമായിട്ടാണ്. നമുക്ക് സീറ്റിംഗ് ഒക്കെ നല്ല വിശാലമായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. അതുപോലെ നമുക്ക് സ്ക്രീനിൽ നിന്നും ഈ ഒരു ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയിൽ ഇരുന്ന് സിനിമ കാണുകയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ മുതലാണ് ഫസ്റ്റ് റോ തുടങ്ങുന്നത്. ഇനി അങ്ങോട്ട് നിറയെ സീറ്റുകളാണ്. നല്ല വിശാലമായിട്ട് അത്യാവശ്യം നല്ല ഒരു സ്പേസ് കൊടുത്തിട്ടാണ് ഓരോ സീറ്റും ഓരോ റോയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല കൃത്യമായിട്ട് ഇങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിൽ കയറി ഇരിക്കാനായിട്ട് പറ്റും. ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ഇടയിലൂടെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അകത്ത് സീറ്റിലൊക്കെ പോയിരിക്കാനും ഒക്കെ കംഫർട്ടാണ്. നല്ലൊരു തിയേറ്റർ നമുക്ക് എങ്ങനെയാവണം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതിനൊരു എക്സാമ്പിളാണ് VKG സിനിമാസ്. VKG സിനിമാസ് ഫുഡ് കോർട്ടാണ് ഈ കാണുന്നത്. VKG കഫേ. ഇവിടെ എമ്പുരാൻ റിലീസായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വൻ തിരക്കാണല്ലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോപ്കോണിൻ്റെ ഏരിയ ആണ് കേട്ടോ. 3 ഫ്ലേവേഴ്സ് ഓഫ് പോപ്കോൺ വെക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ പോപ്കോൺ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് തരാനായിട്ട് നമുക്ക് ബക്കറ്റൊക്കെ വാങ്ങാനായിട്ട് അങ്ങനെ ഉള്ള ഒരു ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് സീറ്റിൽ നമുക്ക് ഇൻ്റർവെൽ സമയത്ത് എന്താ വേണ്ടതെങ്കിൽ അവിടെ കൊടുന്ന് തരുന്ന സർവീസ് പോലും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അകത്ത് കയറുമ്പോൾ നമുക്ക് പറയാം എന്താണോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവെൽ സമയത്ത് നമ്മുടെ കൈകളിലേക്ക് അതെത്തും. അങ്ങനെയുള്ളൊരു സർവീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ഔട്ട്സൈഡ് ഫുഡൊന്നും നമുക്ക് തിയേറ്ററിനകത്ത് കയറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവെൽ സമയത്ത് അതിനായിട്ട് പുറത്തേക്ക് ആരും ഇറങ്ങണ്ട, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സീറ്റിൽ തന്നെ ഇരിക്കാം. ആവശ്യമുള്ള ഐറ്റംസ് കൈകളിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ കുറേ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നാച്ചോസിൻ്റെ ഒരു അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ കോഫി, മെഷീൻ കോഫി, പിന്നെ ഇതിനകത്തൊക്കെ ഒരുപാട് ഐറ്റംസ് വരാനിരിക്കുന്നുണ്ട്. ഐസ്ക്രീം കൗണ്ടർ ഉണ്ട്. അങ്ങനെ ഫുൾ സെറ്റപ്പിലാണ് നമ്മൾ ആ ഒരു റിലീസിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓൺ ആയിരിക്കും നമ്മുടെ VKG കഫേ. VKG ഗ്രൂപ്പിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പേര് എടുത്ത് കേട്ടിട്ടുള്ളത് വെജിറ്റബിൾസിൻ്റെ കാര്യത്തിലാണ്. കേരളത്തിലാകമാനം വെജിറ്റബിൾസിൻ്റെ കാര്യത്തിൽ ഒരു അതികായർ എന്നൊക്കെ നമുക്ക് പറയാം VKG ഗ്രൂപ്പിനെ. അങ്ങനെ VKG ഗ്രൂപ്പിൻ്റെ ഒരുപാട് ബിസിനസ് ഏരിയാസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ തിയേറ്റർ എന്നുള്ളൊരു ആശയത്തിൽ വന്ന് നിൽക്കുകയാണ് VKG. അപ്പോൾ VKG ഗ്രൂപ്പിൻ്റെ സിനിമാ തിയേറ്റർ എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്താനുള്ള റീസൺ എന്താണ്? അത് കൊറോണ സമയത്താണ് ഇതിനൊരു വർക്ക്, ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹോള് പണിയാനുള്ള ഒരു ആശയത്തിലാണ് ചെയ്തത്. അപ്പോൾ ഈ കൊറോണ സമയത്ത് നമുക്ക് ഒരുപാട് വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഹോളുകളൊക്കെ അടച്ചു തുടങ്ങി. അന്ന് പിന്നെ വേറൊരു ചെയ്യാവുന്ന ഒരു ആലോചന. പിന്നെ ഇതിൻ്റെ ഹോളിൻ്റെ പർപ്പസിൽ വേണം ഉപയോഗിക്കാൻ. ചെറിയ ഒരുപാട് തൂണും ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ആ രീതിയിൽ പണിതുള്ളത്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ പിന്നെ തിയേറ്ററാണ്. അപ്പോൾ അവർ തിയേറ്റർ ഇല്ലാന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നതാണ്. അത് ശരിയാണ്. നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ ടൗണിലൊക്കെ കാണുന്ന ശോഭ തിയേറ്റർ പോലുള്ള ഏറ്റവും നല്ല തിയേറ്റേഴ്സ് ഇല്ലേ, അതിൻ്റെ എല്ലാ സൗകര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വരുമ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയും സൗകര്യങ്ങളോടുകൂടി സ്ക്രീൻ 1, സ്ക്രീൻ 2 പിന്നെ വേണ്ടതെല്ലാം ഒരുക്കിയിട്ടാണ് നമ്മൾ VKG സിനിമാസിൻ്റെ ഈ ഒരു തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത്. അതും തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇത്രയും മാറി ഒരു 10-22 കിലോമീറ്ററോളം മാറി നമ്മുടെ പാവർട്ടിയിലാണ് VKG ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരിക്കും ഇവിടെ ആദ്യത്തെ തിയേറ്റർ എന്നുള്ളൊരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ സിനിമ തിയേറ്റർ എന്ന് പറയുന്ന സമയത്ത് നമുക്കിങ്ങനെ സിനിമകളോടൊരു താല്പര്യം കൂടുതൽ, അല്ലെങ്കിൽ സിനിമ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അല്ല, സിനിമയുടെ താല്പര്യമുണ്ട്. ഇവിടെ നമ്മൾ ചുറ്റുവട്ടത്ത് അങ്ങനെ സിനിമ തിയേറ്റർ ഇല്ലാതെ നമുക്ക് തൃശ്ശൂർ പോയിട്ട് കാണണം. അപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് കുറഞ്ഞു. പിന്നെ കുറേ ബ്ലോക്കിലൊക്കെ നമ്മളവിടെ പോയി നിൽക്കണം. അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ പിന്നെ നമ്മൾ അധികം കാണുന്നതൊക്കെ നമ്മൾ കുറഞ്ഞു വന്നു. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കാണാമല്ലോ. അങ്ങനെ അങ്ങനെ ഒരു ആലോചനയുടെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് VKG സിനിമാസിൻ്റെ ഇനോഗ്രേഷനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഓപ്പൺ ആക്കാനായിട്ട്. ഈ എമ്പുരാൻ എന്നുള്ള ആ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം അതോട് കൂടിയിട്ടാണ് നമ്മൾ VKG എല്ലാവർക്കുമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ആ ഒരു ദിവസമാണ് നമ്മുടെ ഈ മാർച്ച് 27 എന്ന് പറയുന്നത്. എല്ലാവരും കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നോ നമ്മൾ VKG സിനിമാസിൻ്റെ ആദ്യത്തെ സിനിമ എമ്പുരാനാകണം, അല്ലെങ്കിൽ ഇതുപോലൊരു വലിയ സിനിമയാകണം എന്നുള്ളൊരു ആഗ്രഹം. പക്ഷേ അത് ഡിസംബർ തൊട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഓരോ തടസ്സങ്ങൾ ടെക്നിക്കലായിട്ടും മറ്റുള്ള രീതികളിലും പേപ്പർ വർക്കുകളൊക്കെ ആയിട്ടും കുറേ തടസ്സങ്ങൾ വന്നപ്പോൾ നമ്മൾ
ഡേറ്റ് ഇങ്ങനെ മാറി മാറി വന്നു. ഇപ്പോൾ എമ്പുരാനിലേക്ക് വന്നെത്തി. അങ്ങനെ പല പല റീസൺസ് കൊണ്ട് ലാഗ് ചെയ്ത് പക്ഷെ നമുക്കത് നല്ല കാര്യമായില്ലേ? കാരണം എമ്പുരാൻ പോലുള്ള ഒരു സിനിമ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ VKG സിനിമാസിന്റെ ഫസ്റ്റ് സിനിമയായിട്ട് റിലീസ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അല്ലേ? ഇപ്പൊ ഏറ്റവും പുതിയ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ VKG സിനിമാസ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ടെക്നോളജീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? സൗണ്ട് നോക്കുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ്, പിന്നെ അതിൽ പ്രൊജക്ടർ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റിയുടെ ലേസർ പ്രൊജക്ടറാണ് 4K. പിന്നെ ഒരെണ്ണം 7.1 ഉണ്ട്. സ്ക്രീനൊക്കെ ഹാർക്കനസിൻ്റെ നല്ല സിൽവർ ടൈപ്പ് സ്ക്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സീറ്റ് സൗകര്യങ്ങളൊക്കെ നല്ല പുതിയ രീതിയിലുള്ള സീറ്റ് സൗകര്യങ്ങൾ കൂടുതൽ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല കംഫർട്ട് ഉണ്ട്. നമുക്ക് 2 സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ ഓരോന്നിലും എത്ര സീറ്റ് വീതമാണ്? 198 സീറ്റ് വീതമുണ്ട് ഓരോന്നിലും. രണ്ടിലും കൂടിയിട്ട് 400 സീറ്റിന് 4 സീറ്റ് കുറവ്. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ സൗകര്യമായിട്ട് സിനിമ കണ്ടു പോകാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ VKG സിനിമാസിൽ ഒരുക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ പാവറട്ടിക്കാർക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലുള്ള എല്ലാവർക്കും ഒരു നല്ല തിയേറ്റർ തപ്പി നടക്കുന്ന ഒരുപാട് സിനിമാ പ്രേമികൾ ഉണ്ടാവും. അപ്പോൾ ധൈര്യമായിട്ട് കടന്നു വരാവുന്ന ഒന്നാണ് നമ്മുടെ VKG സിനിമാസ് അല്ലേ? ഇനി നമ്മുടെ ഷോർട്ട് ടൈം ടിക്കറ്റിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. ബുക്ക് മൈ ഷോ വഴിയാണല്ലേ നമുക്ക് കൗണ്ടറിൽ ടിക്കറ്റ് കിട്ടും, ബോക്സ് ഓഫീസിൽ വന്ന് കിട്ടും. നമ്മുടെ ഇനോഗ്രേഷൻ വരുന്നത് മാർച്ച് 23-നാണ് അല്ലേ? 23-ാം തീയതി 4 മണിക്ക് വെഞ്ചിരിപ്പ്, പിന്നെ 5 മണിക്കാണ് ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഷോ എന്ന് മുതലാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഷോ? നമ്മൾ ലൂസിഫറിനെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ വിളിക്കും. ചിലപ്പോൾ നാളെ അറിയാം ഉണ്ടോ ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നാളെ പറയാൻ പറഞ്ഞവർ. 90% 3 ദിവസം അത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്ന് മുതൽ അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സിനിമ ആസ്വദിക്കാനായിട്ട് പറ്റുക? 27-ാം തീയതി തൊട്ട് പറ്റും. എമ്പുരാൻ റിലീസ് ചെയ്ത് അതോടുകൂടെ നമ്മൾ തുടങ്ങുകയാണല്ലേ? 6 മണിക്ക് ഫാൻസുകാരുടെ ഷോ ഉണ്ട്. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് 5 ഷോ. പിന്നെ അടുത്ത് രാവിലെ 6 മണിക്ക് ഫാൻസ് ഷോ, അതിനുശേഷം പിന്നെ 5 ഷോസ് ആണ് 27-ാം തീയതി. മൊത്തം ടോട്ടൽ 6 ഷോ ഉണ്ടാവും. മൊത്തം 6 ഷോസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിന്റെ ടിക്കറ്റ് ഒക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ എന്ന് മുതൽ ആ ടിക്കറ്റ്? 22-ാം തീയതി തൊട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. 22-ാം തീയതി മുതൽ നിങ്ങളുടെ ടൈം തുടങ്ങുകയാണ്. നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. അതുപോലെ 27-ാം തീയതി മുതൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇനോഗ്രേഷനും അതുപോലെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനായിട്ടൊക്കെ നമുക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം അല്ലേ? വെൽക്കം ചെയ്യാം. അപ്പോൾ നമ്മൾ 23-ാം തീയതിയാണ് നമ്മുടെ VKG സിനിമാസ് ഇനോഗ്രേഷൻ നടക്കുന്നത് അല്ലേ? അതെ അതെ അതെ. അതിൽ നമുക്ക് ഉദ്ഘാടനത്തിന് അന്ന് നമ്മുടെ ശിവജി ഗുരുവായൂരുണ്ട്, പിന്നെ ആഷിക അശോക് എന്ന് പറഞ്ഞൊരു സിനിമ നടി, പുതിയ ആർട്ടിസ്റ്റാണ്, അവർ വരുന്നുണ്ട്. പിന്നെ ഉദ്ഘാടനം ചെയ്യണത് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയാണ്. അവർ പിന്നെ അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടായിക്കോട്ടെ. പിന്നെ നമുക്ക് 5 മണിക്കാണ് 4 മണിക്ക് നമ്മുടെ CMI ഫൗൺഷാൽ ഹൗസിൽ അച്ഛൻ 4 മണിക്ക് ആശീർവാദ കർമ്മം നടത്തി കഴിഞ്ഞാൽ 5 മണിക്ക് ഉദ്ഘാടനം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 6:30 ആകുമ്പോൾ നമ്മുടെ ചെമ്മീൻ ബാൻഡിൻ്റെ ഒരു ഗാനമേള ബാൻഡ് നമ്മൾ മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ട്. രാത്രി 10 മണി വരെ എന്തായാലും ആഘോഷമാണ്, എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ഒരു ദിവസമാണ് മാർച്ച് 23. അത് കഴിഞ്ഞാൽ പിന്നെ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് മാറട്ടെ. അതെ, നമ്മൾ പാവർട്ടിക്കാരുടെ ഒരു ഉത്സവമായിട്ട് മാറുകയാണ് VKG സിനിമാസിന്റെ ഇനോഗ്രേഷന്റെ മാർച്ച് 23. അപ്പോൾ എല്ലാവരെയും വെൽക്കം ചെയ്യാം അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മുടെ വരുന്ന ഞായറാഴ്ച 23-ാം തീയതി 4 മണിക്ക് ആശീർവാദ കർമ്മം, 5 മണിക്ക് ഉദ്ഘാടനം. അത് കഴിഞ്ഞാൽ ചെമ്മീൻ ബാൻഡിൻ്റെ സംഗീതം ഉണ്ടാവും. എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഒപ്പം തിയേറ്ററിലേക്ക് എല്ലാവർക്കും കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ട്രെയിലർ ഉണ്ടാവും, എല്ലാവർക്കും തിയേറ്ററിൽ കയറി എക്സ്പീരിയൻസ് എടുക്കാം. അപ്പോൾ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് മാർച്ച് 23-ാം തീയതി ഈ ഞായറാഴ്ച വരുന്നത്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ ആ ഒരു അത്രയും ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുള്ള VKG സിനിമാസ് തിയേറ്റർ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല 23-ാം തീയതി ഞായറാഴ്ചയിലത്തെ ആ ഒരു വലിയ ആഘോഷം കഴിഞ്ഞാൽ മാർച്ച് 27-ാം തീയതി എമ്പുരാൻ റിലീസോടുകൂടെ നമ്മൾ അങ്ങനെ ആഘോഷിക്കാൻ തുടങ്ങുകയാണ് അല്ലേ? നമ്മുടെ പെരുന്നാളുകളുടെ നാടായിട്ടുള്ള പാവറട്ടിയിൽ ഇനി സിനിമാ പൂരം തുടങ്ങുകയാണ് VKG സിനിമാസിലൂടെ. സ്ക്രീൻ 1 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സ്ക്രീൻ 2 കണ്ടാലോ? ഇവിടെ നല്ല രസമായിട്ടുള്ള ആംബിയൻസ് തന്നെയാണ്. നമ്മൾ സ്ക്രീൻ 1 കണ്ടു, അതുപോലെ തന്നെ കളറിലുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ അല്ലേ? അവിടെ ഫുൾ ഗ്രേ ആയിരുന്നെങ്കിൽ ഇവിടെ നല്ല പിസ്ത ഗ്രീൻ ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നമ്മുടെ സ്ക്രീൻ 1-ലാണെങ്കിലും 2-ലാണെങ്കിലും 198 സീറ്റാണ് വരുന്നത് അല്ലേ? അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു സ്ക്രീനിൻ്റെ
ആ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് റോ സീറ്റ് വരുന്നത് കുറച്ച് അത്യാവശ്യം ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് റോ അല്ലെങ്കിൽ സെക്കൻഡ് റോയിലൊക്കെ ഇരുന്ന് സിനിമ കാണുമ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ ഈ തിയേറ്ററിൽ വിഷയം ഉണ്ടാവില്ല. അതെ, മറ്റുള്ള തിയേറ്ററിലൊക്കെ നമ്മൾ പോയി നോക്കിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് കണ്ടിട്ട് നമ്മൾ നല്ല സ്പേസ് ഒരു ലൈൻ നമ്മൾ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ഓഡിയൻ എന്നുള്ള രീതിയിൽ അവരുടെ ആവശ്യം എന്താണ് എന്നുള്ള അറിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അത് ശരിക്കും വലിയൊരു അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ചില സമയത്ത് നമുക്ക് നല്ല സിനിമയ്ക്ക് ആകുമ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നാൽ ശരി ഫസ്റ്റ് റോയെങ്കിൽ റോ എന്ന് വിചാരിച്ചിട്ട് എടുക്കും. പക്ഷെ അതിൽ ഇരുന്ന് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടെ ഇത്രയും സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് റോയിൽ ഇരുന്ന് സിനിമ കാണുമ്പോഴും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് കാണാനായിട്ട് പറ്റും. അത്രയും സ്പേസ് വിട്ടിട്ടാണ് സ്ക്രീൻ ആൻഡ് ആ സീറ്റിന്റെ ഒരു ഡിസ്റ്റൻസ് അത്രയുണ്ട്. ബുദ്ധിമുട്ടില്ല. അതുപോലെ ഈ സീറ്റിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിലും നല്ല ലെഗ് സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് ഓരോ റോ വെച്ചിട്ടുള്ളതിന്റെ ഇടയിൽ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഒരു വ്യൂവേഴ്സിന്റെ ആ ഒരു ആവശ്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇത് കണ്ടറിഞ്ഞ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? പിന്നെ ഫൈനലി നമ്മൾ സ്പെഷ്യൽ സീറ്റാണ് ഒരുക്കിയിട്ടുള്ളത് അല്ലേ? ഈ സീറ്റിനും വന്നിരിക്കുന്ന സമയത്ത് ആ ഒരു നല്ല കംഫർട്ട് ഉണ്ട്. ഇതിന് മാത്രമല്ല, ഓൾറെഡി നോർമൽ സീറ്റുകളും നല്ല കംഫർട്ടാണ്. ഇതിനൊരു എക്സ്ട്രാ കംഫർട്ട് കിട്ടുന്നുണ്ട്. അത് സോഫ ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് റോ മാത്രം അങ്ങനെ സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട് അല്ലേ? അതുപോലെ വേറൊരു കാര്യം തോന്നിയത്, നമ്മൾ ഈ സീറ്റുകളിൽ ഇരിക്കുന്ന സമയത്ത് മുൻപിലിരിക്കുന്ന ആളുടെ ചിലപ്പോൾ ആ ഒരു തല കാരണം നമുക്ക് അങ്ങനെ വരുന്നില്ല അല്ലേ? ആ ഹൈറ്റ് അത്രയും നോക്കിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ ഇവരെ കറക്റ്റായിട്ട് ഒരു പ്രേക്ഷകൻ സിനിമ കാണാനിരിക്കുമ്പോൾ എന്തൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട് VKG സിനിമാസ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അല്ലേ? അപ്പോൾ ഒരു നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സൗകര്യമായിട്ടിരുന്ന് സിനിമ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അതുപോലെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ നല്ല അട്രാക്റ്റീവ് ആണ്. നമ്മൾ ഈ ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്തെ നമുക്കൊരു നല്ല സിനിമ കാണുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇങ്ങനെ നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക നല്ല കംഫർട്ടായിട്ട് അത്രയും സ്പേസ് ഉണ്ട്, എല്ലാറ്റിനും സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എമ്പുരാനോട് കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമകൾ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാ? മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ, മോഹൻലാലിന്റെ തന്നെ നെക്സ്റ്റ് സിനിമയാണ് അടുത്തതായിട്ട് പ്ലാൻ ചെയ്യുന്നത് അല്ലേ? പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ ലാലേട്ടന്റെ സിനിമയും അതുപോലെ തന്നെ മമ്മൂക്കയുടെ സിനിമയും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ ആലപ്പുഴ ജിങ്കാന എന്ന് പറഞ്ഞിട്ടുള്ള നെസ്ലിന്റെ സിനിമ, അതും നമ്മൾ കമ്മിങ് സൂണിൽ അവിടെ കണ്ടു പോസ്റ്ററൊക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ലേറ്റസ്റ്റ് സിനിമകളൊക്കെ VKG സിനിമാസിൽ വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാനായിട്ട് പറ്റും. ഇനി വരുന്നതാണെങ്കിൽ ഒരു വെക്കേഷൻ കാലമാണ്, 2 മാസം വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് നമുക്ക് പാവറട്ടിയിൽ VKG സിനിമാസ് ഓപ്പൺ ആവുകയാണ്. മാത്രമല്ല ഇനി പാവറട്ടി പെരുന്നാളിന്റെ ഒരു സമയം കൂടിയാണല്ലേ? അപ്പോൾ പെരുന്നാൾ കാലം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വെക്കേഷനും പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും പാവറട്ടി നാട്ടിലുള്ളവരൊക്കെ നാട്ടിൽ വരുന്നൊരു സമയം കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഒരു സന്തോഷമായിരിക്കും VKG സിനിമാസ് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും അല്ലേ? നമ്മുടെ തിയേറ്ററിൽ സിനിമ കാണുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ വെയിറ്റ് ചെയ്യായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളി തിയേറ്ററിൽ അടിപൊളി സിനിമകൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വെൽക്കം. അതിപ്പോൾ പാവറട്ടിക്കാരാവണം തന്നെ ഇല്ല കേട്ടോ, എല്ലായിടത്തുള്ളവർക്കും നല്ല സിനിമകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എത്ര ദൂരെ പോയാലും നല്ല സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ സ്വാഗതം നമ്മുടെ VKG സിനിമാസിലേക്ക്. നമ്മൾ സാധാരണ നമുക്കൊന്നും എൻട്രൻസ് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ തിയേറ്ററിലെ പ്രൊജക്ട് റൂമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൻ്റെ പ്രൊജക്ട് റൂമിൽ ഇങ്ങനെ വരുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇവിടുത്തെ സെറ്റിങ്സ്? ഇവിടെ ഇത് 4K പ്രൊജക്ടർ ലേസർ ടൈപ്പ്. നമ്മൾ പേര് കേട്ടിട്ടുള്ള ക്രിസ്റ്റി ലേസർ പ്രൊജക്ടർ ഇതാണ്. ഇതിലൂടെയാണ് നമ്മുടെ സിനിമ നമ്മുടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററിനകത്തേക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്നാണല്ലോ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്രിസ്റ്റി ലേസർ പ്രൊജക്ടർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്റ്റി RGB 4415 ലേസർ പ്രൊജക്ടർ. നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു അത്രയും ഗംഭീരമായിട്ടുള്ള പ്രൊജക്ടർ ഇതാണ്. ഇതിലൂടെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ പ്രൊജക്ട് ചെയ്ത സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിന്റെ സെറ്റിംഗ്സ് അല്ലേ? ആംപ്ലിഫയർ ആണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പേര് കേട്ട് പരിചയമുള്ള പല ഐറ്റംസും ഇവിടെ വരുമ്പോൾ നേരിട്ട് കാണാം. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സിസ്റ്റം ആണ്. ഇനി നമ്മൾ ഇവിടെ സ്ക്രീൻ 1ലേക്കുള്ള പ്രൊജക്ടർ ആണെങ്കിൽ സ്ക്രീൻ 2ലേക്കുള്ള പ്രൊജക്ടർ ആണ് ഇവിടെ.
ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എമ്പുരാനാണ് 2 സ്ക്രീനിലും, ഇനി ഇടയ്ക്ക് വെച്ച് നമ്മുടെ 2 സ്ക്രീനിലും വേറെ വേറെ സിനിമകളാണെങ്കിൽ ഒന്ന് ഇതിൽ വരും, ഒന്ന് അതിൽ വരും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊജക്ട് റൂം. ഇപ്പോൾ ഇതാ ഈ പ്രൊജക്ടറിൽ നമ്മൾ ഏത് സിനിമയാണോ പ്ലേ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ചെറിയ സ്ക്രീനിൽ ഇവിടെ കാണാനായിട്ട് പറ്റും. വലിയ സ്ക്രീനിൽ നമ്മൾ അവിടെ കാണുന്നത് എന്തോ അത് നമുക്ക് ഈ ചെറിയ സ്ക്രീനിൽ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഇത് നമ്മൾ സാധാരണ ആളുകൾ കാണുന്ന ഒരു സ്ഥലമല്ലല്ലോ. പ്രൊജക്ട് റൂമിലേക്ക് അങ്ങനെ എല്ലാവർക്കും എൻട്രൻസ് ഇല്ല. നമ്മളിതാ സെബാസ്റ്റ്യന്റെ കൂടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്, ഇത് കാണാനായിട്ട് പറ്റിയതാണ്. ഓക്കെ, താങ്ക് യു. ഇവിടെ നമ്മൾ ആ സിനിമ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാം കേട്ടോ. കാരണം നല്ല വാം ലൈറ്റിലാണ് ഇവിടെയൊക്കെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് ഇതിന്റെ ലൊക്കേഷൻ, അത് പാവർട്ടിയുടെ ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി എന്നൊക്കെ പറയാവുന്ന ഒരു സ്പേസ് ആണ്. നമ്മുടെ ബസ് സ്റ്റാൻഡിനൊക്കെ തൊട്ടടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എത്തിച്ചേരാനൊക്കെ ഭയങ്കര ഈസിയാണ്. പിന്നെ നമുക്ക് സിനിമ കാണാനായിട്ട് നല്ല തിയേറ്റർ കാണണം, അതിൽ പോയി സിനിമ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ കടന്നു വരാവുന്ന ഒന്നാണ് നമ്മുടെ VKG സിനിമാസ്. നമ്മുടെ പാവർട്ടിക്കാർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഈസിലി എത്തിച്ചേരാവുന്നതുമാണ്. നല്ല സിനിമകൾ കാണാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൂടി ആണ് നമ്മുടെ VKG സിനിമാസ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ എല്ലാം നല്ല ഹൈജീനിക് ആണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള നല്ല ഹൈജീനിക് ആയിട്ടുള്ള റെസ്റ്റ് റൂംസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ എന്താ, എല്ലാം അടിപൊളിയാണ് VKG സിനിമാസിൽ. ഇനി ഇതിലൂടെ കണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വരണം കേട്ടോ. കാരണം നല്ല നല്ല സിനിമകൾ കാണാനായിട്ട് നല്ലൊരു ചാൻസ് ആണ് VKG സിനിമാസ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. Green Life Art Hub between Kottapuram Shiva Temple and Vaidyuthi Bhavan, Thrissur. Call 8129715520.